ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂരിക്കറിയാണ്. അതിനുവേണ്ടി നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവാനായിട്ട് വെച്ചേക്കാണ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിന് നമ്മൾ ഒരു പകുതി സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന് വരട്ടെ. സവാള നമ്മൾ ഓൾറെഡി വഴറ്റാൻ വേണ്ടി ഇനി വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ടൊമാറ്റോ, പിന്നെ ബാക്കിയുള്ള പൊടികളാണ് നമുക്ക് വേണ്ടത്. ഉപ്പ് വേണം. ബാക്കി പൊടികളൊക്കെ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കൂരി നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂരിയുടെ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 3 കൂരിയാണ്, 1 കിലോ എങ്ങാണ്ടും ഉണ്ട്. ഇതാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കുന്നത് ഇഞ്ചി, പച്ചമുളക് ചതച്ചതാണ് ചേർക്കണ്ടേ. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ടൊമാറ്റോ കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാണ് കേട്ടോ. ഫ്രണ്ട്സ്, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാ ഫിഷ് കറിയിലും കുറച്ച് ഫിഷ് മസാല ഞാൻ ഇടാറുണ്ട്. ഫിഷ് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു തള വരുമ്പോൾ നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തളവന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 3 മീനാട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. 3 തലയുണ്ട്.
നന്നായിട്ട് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻകറിയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ല ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വറവൊന്നും ഇടുന്നില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.